അജിയുടെയും വസുവിന്റെയും വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ വസു ദ്വാരകയിലുള്ളവരുമായി വളരെ പെട്ടെന്ന് തന്നെ അടുത്തിരുന്നു. കളിയും ചിരിയുമായി അവൾ ദ്വാരകയിൽ കഴിഞ്ഞു. അമ്മേ, നാണിയമ്മ ഇന്ന് വന്നില്ലേ? അടുക്കളയിലേക്ക് വന്ന സാവിത്രി ഇന്ദുലക്ഷ്മിയോട് ചോദിച്ചു. വന്നിരുന്നു മോളെ, ഞാൻ തിരികെ പറഞ്ഞയച്ചു. നാണിയമ്മയ്ക്ക് തീരെ വയ്യ. വയ്യേ? എന്തു പറ്റി നാണിയമ്മയ്ക്ക്? അജിയുടെ വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ തന്നെ നാണിയമ്മ വീട്ടിലേക്ക് പോയിരുന്നു. നമ്മളോട് പറഞ്ഞിരുന്നില്ലേ അവരുടെ മക്കള് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്? അതുകൊണ്ട് പോയതാ. നല്ല ക്ഷീണമുണ്ടായിരുന്നു മുഖത്ത്. പക്ഷേ പനിയുടെ ലക്ഷണമൊന്നും കണ്ടില്ല. ഇന്ദുലക്ഷ്മി ഒരു ഗ്ലാസ് ചായ സാവിത്രിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അജിയുടെ വിവാഹത്തിന്റെ അന്ന് രാത്രി തന്നെ നല്ല പണിയുണ്ടായിരുന്നു. വീടെല്ലാം വീണ്ടും നല്ലതുപോലെ വൃത്തിയാക്കി. അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെയെല്ലാം ചെയ്തിരുന്നു നാണിയമ്മ. ഞാൻ രുദ്രനെ ഉറക്കിയതിനു ശേഷം വെള്ളമെടുക്കാൻ പോയപ്പോഴും നാണിയമ്മ അടുക്കളയിലുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പാത്രമൊക്കെ നാളെ രാവിലെ കഴുകാമെന്ന്. സമയം ഒരുപാടായില്ലേന്ന്. പക്ഷേ നാണിയമ്മ അത് കേട്ടില്ല. അന്ന് രാത്രി മുഴുവനും ഇരുന്ന് എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി. അപ്പോഴേക്കും സമയം ഏതാണ്ട് 3-4 മണി ആയി കാണും. എന്നിട്ടും ഒന്ന് വിശ്രമിക്കാതെ അപ്പോ തന്നെ ഇറങ്ങിയതല്ലേ. അതിന്റെ ക്ഷീണമാവും. സാവിത്രി ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, എനിക്കും അത് തോന്നി. കുട്ടികളുടെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമേ നാണിയമ്മ വീട്ടിലേക്ക് പോകാറുള്ളൂ. ഇതിപ്പോ മക്കള് വരുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇവിടെ അജയുടെ വിവാഹമായതുകൊണ്ട് നാണിയമ്മ വീട്ടിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നേരെ പോയി ആ വീടും വൃത്തിയാക്കി കുട്ടികൾക്കുള്ള ആഹാരവും മറ്റും തയ്യാറാക്കുന്നതിനിടയിൽ ഉറങ്ങാൻ കഴിഞ്ഞു കാണില്ല. ഇന്ദു ചായയുമായി സാവിത്രിയുടെ അരികിൽ വന്നു. എന്നിട്ട് നാണിയമ്മയുടെ മക്കളൊക്കെ പോയോ? ആ, അവരന്ന് തന്നെ പോയത്രേ. അതുകൊണ്ടാ ഇന്ന് രാവിലെ ഇവിടേക്ക് വന്നേ. നാണിയമ്മയുടെ മുഖം കണ്ടപ്പോ തന്നെ ഒരു വല്ലായ്മ തോന്നിയിരുന്നു എനിക്ക്. പിന്നീട് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഇവിടെ നിർത്തിയ നാണിയമ്മ അടങ്ങിയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് കുറച്ച് വിശ്രമിക്കാൻ പറഞ്ഞു വിട്ടു ഞാൻ. ക്ഷീണമൊക്കെ മാറിയിട്ട് വന്നാ മതിയെന്നും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രഘുരാമനോട് പറഞ്ഞ് നമ്മുടെ കാറിലാണ് നാണിയമ്മയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അതെന്തായാലും നന്നായി. വീണ്ടും അവിടെ വരെ നടന്നു പോകണ്ടല്ലോ. അങ്ങനെ സാവിത്രിയും ഇന്ദുലക്ഷ്മിയും ചായയൊക്കെ കുടിച്ച് മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിന്നു. അല്ല, എന്തു പറ്റി നാണിയമ്മേ? പെട്ടെന്ന് നിങ്ങൾക്കൊരു തളർച്ച? കാറിലിരുന്നു കൊണ്ട് ഗൗരവത്തോടെ രഘുരാമൻ നാണിയമ്മയോട് ചോദിച്ചു. അറിയില്ല മോനെ, 2 ദിവസമായി ശരീരത്തിന് വല്ലാത്തൊരു ക്ഷീണം. കൈകൾക്കും കാലുകൾക്കും ബലം നഷ്ടമാവുന്നത് പോലൊരു തോന്നൽ. അജിയുടെ വിവാഹ ദിവസം മുതൽ ഞാൻ നന്നായി ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാവും. തളർച്ചയോടെ നാണിയമ്മ പറഞ്ഞതും രഘുരാമൻ ഇരുത്തി ഒന്ന് മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അല്പസമയമായതും രഘുരാമന്റെ കാർ നാണിയുടെ മുറ്റത്തെത്തി. നാണി കാറിൽ നിന്നും ഇറങ്ങിയതും രഘുരാമൻ മറ്റൊന്നും പറയാതെ കാർ തിരിച്ചു. പെട്ടെന്ന് നാണി രഘുരാമന്റെ കാറിനരികിലായി വന്നു നിന്നു. കാര്യം എന്താണെന്ന ഭാവത്തിൽ അവൻ അവരെ നോക്കി. മോനെ, അത് പിന്നെ എനിക്കൊരു സംശയം. നാണിയുടെ വാക്കുകൾ പതറുന്നത് രഘുരാമൻ ശ്രദ്ധിച്ചു. എന്ത് സംശയം? ഗൗരവത്തോടെ അവൻ ചോദിച്ചു. വേദയെ ബന്ദിയാക്കിയ ഗോപുരത്തിന്റെ താക്കോൽ മോന്റെ കയ്യിലില്ലേ? അവൾ ആ തകളിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പല്ലേ? നാണിയുടെ ചോദ്യത്തിൽ രഘുരാമൻ ഒന്ന് ചിരിച്ചു. അവൾ ആ തകിടിലല്ലാതെ വേറെ എവിടെ പോകാനാ? അവൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ എന്റെ അനുവാദം വാങ്ങണം. ആ താക്കോൽ ഭദ്രമായി എന്റെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ മോനെ, ഞാൻ അവളെ കണ്ടു. നാണി ഭയത്തോടെ പറഞ്ഞതും രഘുരാമൻ ഒന്ന് ഞെട്ടിയിരുന്നു. പെട്ടെന്ന് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോ അതാണ് നാണിയമ്മയുടെ ക്ഷീണത്തിന് പിന്നിലെ രഹസ്യം. അവളെ സ്വപ്നം കണ്ട് പേടിച്ചു വിറച്ചു അല്ലേ? രഘുരാമൻ
വീണ്ടും പൊട്ടിച്ചിരിച്ചു. അത് കണ്ടുകൊണ്ട് നാണി അവനെ ദയനീയമായി നോക്കി. അല്ല മോനെ, സ്വപ്നമല്ല. അന്ന് അന്ന് പുലർച്ചെ ഞാൻ ദ്വാരകയിൽ നിന്നും തിരികെ വരുന്ന സമയം എനിക്ക് ചുറ്റും എന്തോ മാറ്റം സംഭവിച്ചതുപോലെ തോന്നി. ദ്വാരകയിൽ നിന്നും പുറപ്പെട്ട നാണി ദ്വാരകയുടെ പറമ്പിലൂടെ ഒരു റാന്തൽ വിളക്കുമായി നടക്കാൻ തുടങ്ങി. അവരുടെ തോളിൽ ഒരു സഞ്ചിയും ഉണ്ടായിരുന്നു. പുലർച്ചെ ഒരു 4 മണി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ നിറം ഒട്ടും മങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെറുതായി വീശുന്ന കാറ്റിൽ അല്പം തണുപ്പും കൂടി ഉണ്ടായതുകൊണ്ട് നാണി തന്റെ സാരിത്തുമ്പ് കൊണ്ട് പുതച്ചു. അതിവേഗം കാറ്റിന്റെ സ്വഭാവം മാറിയത് നാണിയെ പരിഭ്രാന്തിയിലെത്തിച്ചു. എന്തേ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചു എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അവർക്ക് തോന്നിയത്. പേടിയോടെ അവർ തിരിഞ്ഞു നോക്കി. പക്ഷേ നാണിക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും നാണി തന്റെ കയ്യിലുണ്ടായിരുന്ന റാന്തൽ വിളക്ക് പൊക്കിപ്പിടിച്ചുകൊണ്ട് അവിടെ തിരിഞ്ഞു. ആരെയും കാണാൻ കഴിയാതെ വന്നതും തന്റെ മനസ്സിന്റെ തോന്നലാകുമെന്ന് കരുതി അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞതും മറ്റാരുടെയോ കാൽപെരുമാറ്റം അവരുടെ അടുത്തായി കേൾക്കുന്നത് പോലെ നാണിക്ക് തോന്നി. നാണി പെട്ടെന്ന് തന്നെ അവിടെ തറഞ്ഞു നിന്നു. അവർ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. പക്ഷേ ആരെയും കണ്ടില്ല. സാഹചര്യം അത്ര പന്തിയല്ല എന്ന് കരുതിയ നാണി വേഗം നടക്കാൻ തുടങ്ങി. പക്ഷേ ചിലങ്കയുടെ നാദം കേട്ടതും നാണി ഭയത്തോടെ വീണ്ടും നിന്നു. അവരുടെ തൊട്ടുപുറകിലായി മറ്റാരുടെയോ സാന്നിധ്യം നാണി തിരിച്ചറിഞ്ഞു. നെറ്റിയിലൂടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികൾ പതിയെ അവരുടെ തൊണ്ടക്കുഴിയിൽ വന്ന് പതിച്ചു. അതോടൊപ്പം അവർ തന്റെ ഉമിനീറിറക്കാൻ പ്രയാസപ്പെട്ടു. വിറയ്ക്കുന്ന കൈകളോടെ നാണി റാന്തൽ വിളക്കുമായി പതിയെ തിരിഞ്ഞു നോക്കി. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ആരും തന്നെയില്ല. ശൂന്യം. ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ലെന്ന ആശ്വാസത്തിൽ അവർ തിരിഞ്ഞു. തൽക്ഷണം നാണി ഒരു അലർച്ചയോടെ ഭയന്നു നിന്നു. അവരുടെ തൊട്ടു മുന്നിലായി അവൾ നിൽക്കുന്നു. വേദാൻഷി. കാറ്റിന്റെ തീഷ്ണതയിൽ അവളുടെ മുഖം മുടിയിഴകൾ ചെറുതായി മറയ്ക്കാൻ ശ്രമിച്ചു. അവയുടെ ഇടയിലൂടെ തിളങ്ങുന്ന 2 ചുവന്ന കണ്ണുകൾ നാണിയിൽ മാത്രം പതിച്ചു. രക്തം വാർന്നൊലിക്കുന്ന ചുണ്ടുകൾ മെല്ലെ തുറന്നതും അവയുടെ ഇടയിൽ നിന്നും നീളത്തിൽ മുളച്ചിറങ്ങുന്ന 2 പല്ലുകൾ നാണിയുടെ രക്തം കുടിക്കുവാൻ വിതുമ്പി നിൽക്കുന്നു. നാണി, നാണി. അവളിൽ നിന്നും കേട്ട ശബ്ദത്തിൽ നാണിയുടെ ഹൃദയം നിശ്ചലമായി. എന്ത് ചെയ്യണമെന്നറിയാതെ നാണിയുടെ ശരീരം വിറച്ചുപോയി. തന്നെ നോക്കി ആ രൂപം പൊട്ടിച്ചിരിച്ചപ്പോ നാണി 2 കണ്ണുകളും അടച്ച് ഒറ്റ ശ്വാസത്തിൽ അലറി വിളിച്ചു. പക്ഷേ ആ അലർച്ച അവരുടെ കാതുകളിൽ മുഴങ്ങിയെന്നല്ലാതെ മറ്റാർക്കും കേൾക്കാൻ സാധിച്ചില്ല. അല്പം സമയം കഴിഞ്ഞതും നാണി 2 കണ്ണുകളും ഭയത്തോടെ തുറന്നു. പക്ഷേ തൊട്ടു മുൻപ് തന്നെ മാത്രം ഉറ്റുനോക്കിയ ചുവന്ന കണ്ണുകൾ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പരിഭ്രാന്തിയിൽ നാണി ചുറ്റും നോക്കി. ഇല്ല, അവിടെ ആരുമില്ല. കിട്ടിയ അവസരം നാണി പിന്നീട് അവിടെ നിന്നില്ല. തന്നാൽ കഴിയും വിധം ഓടി നാണി തന്റെ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു കയറി. നാണിയുടെ നാവ് വറ്റി വരണ്ടിരുന്നു. അവർ പതിയെ കിണറ്റിനരികിലേക്ക് ചെന്നു. തൊട്ടിയും കയറുമെടുത്ത് കിണറ്റിലേക്കെറിഞ്ഞ് വെള്ളം പതിയെ കോരിയെടുത്തു. കൈകൾക്ക് ബലം നഷ്ടമാവുന്നത് പോലെ തോന്നിയെങ്കിലും തന്റെ സർവശക്തിയും പ്രയോഗിച്ച് അവർ വെള്ളം കോരി. ആ വെള്ളം അതേപോലെ അവർ വായിലേക്ക് ഒഴിച്ചു. ആക്രാന്തത്തോടെ നാണി വെള്ളം കുടിച്ചു തീർന്നതും തന്റെ സാരിത്തുമ്പിൽ അവർ മുഖം തുടച്ചു. പെട്ടെന്ന് അവർ ഞെട്ടി. തന്റെ സാരിയിൽ രക്തക്കറ കണ്ടതും അവർ ഭയത്തോടെ തന്റെ മുഖത്തും കഴുത്തിലും വീണ വെള്ളം 2 കൈകളാൽ തപ്പി നോക്കി. കയ്യിൽ രക്തത്തിന്റെ ചുവന്ന നിറം അവരെ ഭയത്തിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചു. നാണി വെള്ളം നിറച്ച തൊട്ടിയിലേക്ക് നോക്കി. അതിലും ചുവന്ന രക്തം കണ്ടതോടെ നാണി ഭയന്ന് വിറച്ച് അലറിക്കൊണ്ട് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. വാതിലിൽ ചാരി നിന്നുകൊണ്ട്
നാണി തന്റെ ഇരു കൈകളിലേക്കും ഒന്നുകൂടി നോക്കി. രക്തം അപ്രത്യക്ഷമായി. അവർ വിശ്വാസം വരാതെ തന്റെ സാരത്തുമ്പിലേക്കും മാറി മാറി നോക്കി. ഇല്ല, രക്തക്കറ മാഞ്ഞുപോയി. മുന്നിൽ കാണുന്ന മായാജാലങ്ങൾ വിശ്വസിക്കാനാവാതെ നാണി പകച്ചു നിന്നു. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും സർവ്വദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നാണി വീണ്ടും പുറത്തേക്കിറങ്ങി. അവർ കിണറിനെ ലക്ഷ്യം വെച്ച് നടന്നു. കിണറിന്റെ വക്കത്തായി ഇരിക്കുന്ന തൊട്ടിയിലേക്ക് മെല്ലെ നോക്കി. തെളിഞ്ഞ വെള്ളം കണ്ടതും നാണി അവിശ്വസനീയമോടെ ചുറ്റിനും നോക്കി. പെട്ടെന്ന് കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. ഭയത്താൽ നാണി ഓടി വീട്ടിലേക്ക് കയറി. നടന്നതെല്ലാം നാണി രഘുരാമനോടായി വിശദീകരിച്ചു. എല്ലാം കേട്ടുകൊണ്ട് രഘുരാമൻ ഞെട്ടി നിന്നു. തീരെ വയ്യെങ്കിലും ഇന്ന് ഞാൻ ദ്വാരകയിൽ വന്നതും അവളെ ബന്ദിയാക്കിയ അറ നോക്കാനാ. പക്ഷേ അത് പഴയതുപോലെ തന്നെ പൂട്ടിക്കിടക്കുമായിരുന്നു. മോനെ വേദ, അവൾ തകളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. സൂക്ഷിക്കണം. ഇന്നലെ ഞാൻ കണ്ട വേദയ്ക്ക് പഴയ രൂപമല്ലായിരുന്നു. ആ തിരുമേനി പറഞ്ഞതുപോലെ ഭീകര രൂപം. നാണി പറഞ്ഞു തീർന്നതും രഘുരാമൻ ഒന്ന് ഭയന്നു. എങ്കിലും അവൻ അത് പുറത്ത് കാട്ടിയില്ല. ഒന്ന് പോ നാണിയമ്മേ, നിങ്ങളുടെ ഒരു തമാശ. അന്ന് ഒരു സ്ത്രീയെ ഒറ്റക്ക് കിട്ടിയപ്പോ ആരോ നിങ്ങളിൽ നിന്നും പണവും മറ്റും മോഷ്ടിക്കാൻ വന്നതായിരിക്കും. നിങ്ങളെ നേരി കണ്ടപ്പോ അവസ്ഥ മനസ്സിലാക്കി അവര് തിരിച്ചു പോയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ വേദയെ കണ്ടതോ? രഘുരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും നാണി കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. വേദയെ ബന്ദിയാക്കിയ അന്ന് ആ ഗോവർദ്ധനൻ എന്തൊക്കെയോ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നലെ ഒറ്റയ്ക്ക് നടന്നു വന്ന നിങ്ങളെ ലക്ഷ്യം വെച്ച് മോഷ്ടാക്കൾ വന്നതും പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ ഭയന്നു. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാണ് എൻ്റെ നാണിയമ്മേ. രഘുരാമൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് നിങ്ങൾ ദ്വാരകയിൽ വന്നപ്പോ കണ്ടില്ലേ, ആ മുറി അടഞ്ഞ് താഴിട്ട് പൂട്ടി തന്നെ അല്ലേ കിടക്കുന്നത്? നാണി ആണെന്ന് തലയാട്ടി. ആ പിന്നെന്താ പ്രശ്നം? എന്റെ നാണിയമ്മേ, ചുമ്മാ അതും ഇതും പുലമ്പാതെ പോയി വിശ്രമിക്ക്. അറിയാലോ, ദിവസം അടുക്കാറായി. വസുന്ധരയെ എനിക്ക് നേടിയെടുക്കണം. അതുകൊണ്ട് ക്ഷീണമൊക്കെ മാറ്റിവെച്ചിട്ട് എത്രയും പെട്ടെന്ന് ദ്വാരകയിലേക്ക് വരാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊന്നും കേൾക്കാൻ നിൽക്കാതെ രഘുരാമൻ കാറുമെടുത്ത് ചീറി പാഞ്ഞു പോയി. എന്റെ ദേവി കാത്തോളണേ. നാണി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വീട്ടിലേക്കും കയറി. തിരിച്ചു പോകും വഴി രഘുരാമന്റെ മനസ്സ് നാണി പറഞ്ഞ വാക്കുകളിൽ ഉടക്കിയിരുന്നു. നാണി പറഞ്ഞതൊക്കെ തമാശയായി തള്ളിക്കളഞ്ഞുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ഭയം രഘുരാമനിൽ ഉതിർത്തു. ഒരു വേള അവൾ ബന്ധനത്തിൽ നിന്നും മോചിതയായോ എന്ന സംശയം അവനിലും ഉടലെടുത്തു. മറ്റൊന്നും ആലോചിക്കാതെ അവൻ ദ്വാരകയിലേക്ക് പാഞ്ഞു. ദ്വാരകയിലെത്തിയ രഘുരാമൻ തന്റെ മുറിയിലേക്ക് ഓടി. മുറിക്കുള്ളിലെത്തിയ രഘുരാമൻ തന്റെ അലമാര തുറന്നു. അടുക്കി വെച്ച ഷർട്ടുകളും മുണ്ടുകളും വാരി താഴേക്കിട്ടു. ആ തട്ടിന്റെ മുകളിലായി ഒരു താക്കോൽ ദ്വാരം കണ്ടതും ആ താക്കോലിനായി അവൻ പരതി നടന്നു. ഒടുവിൽ സാവിത്രിയുടെ സാരികൾ അടുക്കി വെച്ച തട്ടിലേക്ക് അവൻ കൈ നീട്ടി. ഓരോ സാരിയും എടുത്തു മാറ്റി. അവസാനത്തെ സാരിയുടെ അടിയിൽ രഘുരാമന്റെ വിരലുകൾ എന്തിലോ തട്ടി. അവൻ പതുക്കെ അത് പുറത്തെടുത്തു. അവൻ താക്കോലെടുത്ത് ആ ദ്വാരത്തിലേക്ക് ചേർത്തു. ഒരു നിമിഷം ശ്വാസം പിടിച്ചു. പിന്നെ പതുക്കെ തിരിച്ചു. പൂട്ടിന്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി.